1000 വാട്ട് വരുന്ന ഒരു അയൺ ബോക്സ് 2 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ സിമ്പിളായി കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. ഇവിടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ യൂണിറ്റ് വൈദ്യുതിയാണ് കണ്ടെത്തേണ്ടത് എന്ന് വ്യക്തമാണ്. കാരണം നമ്മുടെ ചോദ്യം എന്നത് 1000 വാട്ട് വരുന്ന അയൺ ബോക്സ് 2 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ആയതിനാൽ തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ യൂണിറ്റ് വൈദ്യുതിയാണ് കണ്ടെത്തേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരക്കടലാസിൽ നിങ്ങൾ ആദ്യം യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അത് ആദ്യം എഴുതുക. യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല എന്നത് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവർ ഡിവൈഡ് ബൈ 1000 എന്നതാണ്. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കിലോ വാട്ട് ഇൻറ്റു അവർ ഈക്വൽ ടു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക. അതിനുശേഷം ഇനി ഇവിടെ വരുന്നത് വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് ഫോർമുല അനുസരിച്ച് വരുന്നത്. നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വരുന്ന ഈ വാട്ടിന് പകരം നമ്മുടെ ചോദ്യത്തിൽ ആ ഒരു ഉപകരണത്തിൻ്റെ വാട്ട് എത്രയാണെന്ന് നോക്കുക. ഇവിടെ ചോദ്യത്തിൽ വരുന്ന ഉപകരണത്തിൻ്റെ വാട്ട് എന്നത് 1000 വാട്ട് ഉപയോഗിക്കുന്ന അയൺ ബോക്സ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് 1000 വാട്ട് എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻറ്റു മാർക്ക് അത് നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി വരുന്നത് അവർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ എന്നത് നമ്മുടെ ആ ഒരു ചോദ്യത്തിൽ ആ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന സമയത്തെയാണ്. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൽ 1000 വാട്ട് ഉപയോഗിക്കുന്ന അയൺ ബോക്സ് 2 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതാണ് ചോദ്യം. ആ ഒരു ചോദ്യത്തിൽ വ്യക്തമാണ് അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയം അത് 2 മണിക്കൂർ ആണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈ അവറിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ 2 അവർ എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് അതുപോലെ തന്നെ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് വാട്ടിനെ അവർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ വാട്ട് എന്നത് ഇത് 1000 വാട്ടാണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ എന്നത് 2 അവർ ആണെന്നും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1000 വാട്ടിനെ 2 അവർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ വാട്ടിനെ അവർ കൊണ്ട് ഗുണിക്കാൻ പലർക്കും പ്രയാസം കാണും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വാട്ട് എന്ന പദപ്രയോഗം അത് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ അവർ എന്ന ഈ പദപ്രയോഗവും നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് 1000-നെ 2 കൊണ്ട് ഗുണിക്കാം. 1000-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യ എന്നത് അത് 2000 എന്ന് നമുക്ക് ലഭിക്കും. ഈ 2000 എന്നത് നമ്മൾ വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ച സംഖ്യയാണ്. അതായത് 1000 വാട്ടിനെ 2 അവർ കൊണ്ട് ഗുണിച്ച സംഖ്യയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള 2000 എന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ
വാട്ട് ഇൻറ്റു അവർ ഡിവൈഡഡ് ബൈ 1000 എന്നതാണ് ഫോർമുല അനുസരിച്ച് വരുന്നത്. അതിൽ നമ്മൾ വാട്ടിനെ അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 2000 എന്ന് ലഭിച്ചു. അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി ബാക്കി വരുന്ന ഈ ഡിവൈഡഡ് ബൈ 1000 എന്നത് അത് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2000-നെ 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2000-നെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യ എന്നത് അത് 2 എന്ന് ലഭിക്കും. ഈ 2 എന്ന സംഖ്യ അത് യൂണിറ്റ് വൈദ്യുതിയാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് വൈദ്യുതിയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ കിലോ വാട്ട് ഇൻറ്റു അവർ സീക്വൽ ടു 2 എന്ന് എഴുതിയ ശേഷം അടിയിൽ 2 വരയും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കൃത്യമായി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്നത് 1000 വാട്ട് വരുന്ന അയൺ ബോക്സ് 2 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്നതായിരുന്നു ചോദ്യം. ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ 2 യൂണിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആമസോൺ വഴി നല്ല ഇനം കാര്യക്ഷമതയുള്ള അയൺ ബോക്സുകളും വാട്ടർ ഗീസറുകളും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവയുടെ ലിങ്കുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ആ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതാത് പ്രോഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അതെല്ലാം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.